God is going to do mighty things today. ഇന്ന് രാവിലെ ദൈവം വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? God is going to give you lost things. ദൈവം ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് മടക്കി തരാൻ പോകുകയാണ്. Maybe you lost your happiness. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. Maybe you lost your son. ഒരുപക്ഷേ നിങ്ങളുടെ മകനായിരിക്കാം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. Maybe you lost your family. ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. Or your wealth. നിങ്ങളുടെ സ്വത്തായിരിക്കാം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. Maybe your peace. നിങ്ങളുടെ സമാധാനമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. But as God is going to give you everything back. എന്നാൽ ദൈവം, നിന്റെ ദൈവം അതെല്ലാം നിനക്ക് മടക്കി നൽകാൻ പോകുകയാണ്. Today I am going to tell you a message according to Luke 15. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ആധാരമാക്കി നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. Here in Luke 15 we can see three lost things. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ 3 നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. The first thing is the lost sheep. ഒന്നാമതായിട്ട് നഷ്ടപ്പെട്ട കാര്യം നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. Second thing is the lost coin. രണ്ടാമതായിട്ട് നഷ്ടപ്പെട്ട നാണയമാണ് നമ്മൾ കാണുന്നത്. The third thing is the lost son. എന്നാൽ മൂന്നാമതായിട്ട് നാം കാണുന്നത് നഷ്ടപ്പെട്ട മകനെ കുറിച്ചുള്ള ഒരു കഥയാണ്. Today we will talk about the lost son. എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ട മകനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. Let's turn our Bibles to Luke 15:11 to 24. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബൈബിളുകൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തുറന്ന് അതിന്റെ 11 മുതൽ 24 വരെയുള്ള വചനഭാഗങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. There are 4 parts in this parable. ഈ ഒരു ഉപമയിൽ പ്രധാനമായിട്ട് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. The first part is the arguments. ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് തർക്കമാണ്. Everybody shout arguments. എല്ലാവരും ചേർന്ന് പറയാമോ? തർക്കം. The second one is the sufferings. രണ്ടാമത്തെ കാര്യം നാം കാണുന്നത് കഷ്ടതയാണ്. Everybody shout sufferings. ചേർന്ന് പറയാമോ? കഷ്ടത. The third one is the repentance. മൂന്നാമതായിട്ട് കാണുന്നത് മാനസാന്തരമാണ്. Everybody tell together repentance. ചേർന്ന് പറയാമോ? മാനസാന്തരം. The fourth one is acceptance. നാലാമതായിട്ട് സ്വീകാര്യത. Everybody shout together and tell acceptance. ചേർന്ന് പറയാമോ? സ്വീകാര്യത. First one is arguments. ഒന്നാമത്തെ കാര്യമാണ് തർക്കം. Arguments is by the son and the father. ഇവിടെ ഈ തർക്കം നടന്നിട്ടുള്ള പിതാവും മകനും തമ്മിലായിട്ടാണ്. It's in verses 12. ഇത് നാം കാണുന്നത് 12-ാമത്തെ വചനത്തിലാണ്. Here the boy asks his father, "Give me the inheritance to him." ഇവിടെ ഈ മകൻ പിതാവിനോട് ചോദിക്കുന്നത് എന്റെ പങ്ക് എനിക്ക് തരിക. ചേർന്ന് പറഞ്ഞാലും എനിക്ക് തരിക. The boy told him he wanted money and property. ഇവിടെ മകൻ പറയുന്നത് അവന്റെ സ്വത്തും അവന്റെ പണവും അവൻ ആവശ്യപ്പെടുകയാണ്. The second thing the boy did the wrong thing was he did not earn the money. രണ്ടാമതായിട്ട് അവൻ ചോദിച്ച പണം ചോദിക്കുമ്പോൾ അവൻ ഉണ്ടാക്കിയ അവൻ സമ്പാദിച്ച പണമല്ല അവൻ അപ്പനോട് ചോദിച്ചത്. Or he did not deserve it too. അതുകൊണ്ട് അവൻ ഒരിക്കലും അതിന് അർഹനായിട്ടുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു. The son told to the father, ഇവിടെ മകൻ അപ്പനോട് ചോദിക്കുകയാണ്, "Give me." എനിക്ക് തരിക. Not saying it, "Please or may I have it." ഒരിക്കലും എനിക്ക് തരാമോ എന്നോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്യാമോ എന്നോ അല്ല അപ്പനോട് ചോദിക്കുന്നത്. He told to his father rudely and selfishly. അവൻ വളരെയധികം സ്വാർത്ഥപരമായിട്ട് കർക്കശ്യമായിട്ട് അവന്റെ അപ്പനോട് എനിക്ക് തരിക എന്നവൻ വാശി പിടിക്കുകയാണ്. He was also very self-centered and independent. അവന്റെ ആ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഈ മകൻ വളരെയധികം സ്വതന്ത്ര ചിന്താഗതിക്കാരനും അപ്പോൾ തന്നെ തന്നിൽ തന്നെ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരുവനാണെന്ന് കാണാം. So let me tell you, if there is an argument, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒരു തർക്കമുണ്ടായാൽ there will be a suffering. അതിന്റെ പുറകിൽ ഒരു കഷ്ടപ്പാട് നാം അനുഭവിക്കേണ്ടി വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? And if you don't repent at that stage, നിങ്ങൾ ആ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെങ്കിൽ you will have to suffer more. നിങ്ങൾ കൂടുതൽ അക്കാര്യത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും. But if you repent, എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ he will accept it. അവൻ നിന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും. Amen. Amen. Everybody has 3 fathers. നിങ്ങൾക്കറിയാമോ, നമുക്ക് എല്ലാവർക്കും 3 പിതാക്കന്മാരുണ്ട്.
The first one is the Heavenly Father. ഒന്നാമത്തെ നമ്മുടെ പിതാവ് എന്നുള്ളത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? The second one is the earthly Father. എന്നാൽ രണ്ടാമത്തെ നമ്മുടെ പിതാവ് നമ്മളെ ജനിപ്പിച്ച നമ്മുടെ ഭൂമിയിലെ പിതാവാണ്. എത്ര പേർ ഹല്ലേലൂയ പറയും? Third one is our spiritual Father. എന്നാൽ മൂന്നാമത്തെ നമ്മുടെ പിതാവ് നമ്മുടെ ആത്മിക പിതാവാണ്. Fathers are the channels of blessings. നിങ്ങൾക്കറിയാമോ, പിതാക്കന്മാരാണ് അനുഗ്രഹത്തിന്റെ ചാനലുകൾ എന്നുള്ളത്. മനസ്സിലായവർ ഹല്ലേലൂയ? Heavenly Father brings heavenly blessings. സ്വർഗീയ പിതാവ് നമുക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ചാനലാണ്. For example, salvation, ഉദാഹരണമായിട്ട് രക്ഷ നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ പിതാവിൽ നിന്നാണ്. or eternal life. അതുപോലെ തന്നെ നമ്മുടെ നിത്യമായ ജീവിതം നമുക്ക് ലഭിക്കുന്നത്, നിത്യത നമുക്ക് ലഭിക്കുന്നത് സ്വർഗീയ പിതാവിൽ നിന്നാണ്. Earthly Father brings earthly blessings. അപ്പോൾ തന്നെ ഓർക്കുക, ഭൂമിയിലെ പിതാക്കന്മാരിലൂടെയാണ് നമുക്ക് ഭൂമിയിലെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. For example, money and property. ഉദാഹരണമായിട്ട് സ്വത്തും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം പിതാക്കന്മാരാണ് മക്കൾക്ക് വെച്ചേച്ചു പോകുന്നത്. Spiritual Father brings spiritual blessings. ആത്മീക പിതാക്കന്മാരാണ് ആത്മീകമായിട്ടുള്ള നന്മകൾ മക്കളിലേക്ക് പകരുന്നത്. For example, impartation of ministries. ഉദാഹരണമായിട്ട് ശുശ്രൂഷകളുടെ പകർച്ചകൾ ആത്മീക പിതാക്കന്മാരിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. So, if we want to become a great man of God, we have to honor your spiritual father. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ഉയർന്ന അതിശക്തനായ ഒരു ശുശ്രൂഷകനായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക പിതാവിൽ നിന്ന് നാം അത് പ്രാപിച്ചെടുക്കണം. മനസ്സിലായവർ ഹല്ലേലൂയ? If the earthly father does not give you the earthly blessings, ഇനി നിങ്ങളുടെ ഭൂമിയിലെ പിതാക്കന്മാർ നിങ്ങൾക്ക് സ്വത്തും പണവും ഒന്നും തന്നില്ലെങ്കിലും do not worry, the heavenly father will give you all the blessings you need. അതിനകത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു പിതാവുണ്ട്. ആ പിതാവ് നിങ്ങൾക്ക് ഭൂമിയിൽ വേണ്ടതെല്ലാം നൽകി തരും. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലോ? The father freedom is more better than any other freedom. ഈ ലോകത്തിലുള്ള മറ്റെല്ലാ സ്വാതന്ത്ര്യത്തെക്കാളും ഏറ്റവും നല്ല സ്വാതന്ത്ര്യമാണ് സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം. We should not argue with our heavenly, earthly or spiritual father. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വർഗീയ പിതാവുമായിട്ട്, നമ്മുടെ ഭൂമിയിലെ പിതാവുമായിട്ട്, നമ്മുടെ ആത്മിക പിതാവുമായിട്ട് ഒരിക്കലും തർക്കിക്കാൻ മുതിരരുത്. Or else we have to suffer. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വരും. Now let's discuss the second one. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. What's the second one? രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? Suffering. കഷ്ടത. If you disobey your father, you will suffer. നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയിലേക്ക് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. Here in this parable we can see the son suffered 4 types. ഇവിടെ ഈ പാരബിളിൽ, ഈ ഉപമയിൽ ഈ മകൻ 4 വിധത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Here the boy suffered like a destitute. ഇവിടെ ഒന്നാമതായിട്ട് ആ മകൻ ഒരു അനാഥനെ പോലെ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. Let's read verse 14. ഇപ്പോൾ 14ാമത്തെ വചനം നമുക്ക് വായിക്കാം. After he had spent everything, there was a severe famine in that old country, and he began to be in need. 14ാമത്തെ വചനം, സകലവും ചെലവഴിച്ച ശേഷം ആ ദേശത്തെല്ലായിടത്തും കഠിനക്ഷാമമുണ്ടായി, അവൻ ഞെരുക്കത്തിലായി തുടങ്ങി. Here we can see the boy spent everything. ഇവിടെ നമ്മൾ കാണുന്നു ഈ മകൻ ഈ എല്ലാ കാര്യങ്ങളും അവൻ ദൂർത്തടിച്ചു തീർത്തു. He misused and wasted everything. അവന് കിട്ടിയ സകല കാര്യങ്ങളും അവൻ ദുരുപയോഗം ചെയ്തു കളഞ്ഞു. He misused his money, his possession and his talents. അവന്റെ സ്വത്ത്, അവന് ലഭിച്ച പണം, അവന്റെ ടാലന്റുകൾ എല്ലാം തന്നെ അവൻ ദുരുപയോഗം ചെയ്തു കളഞ്ഞു. He misused his blessings which his father gave, his opportunities and mind. അവന്റെ പിതാവ് അവന് നൽകിയ അവസരങ്ങൾ, അവന്റെ പിതാവ് അവന് നൽകിയ പണം, അതുപോലെ തന്നെ അവന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതെല്ലാം തന്നെ അവൻ നഷ്ടമാക്കി കളഞ്ഞു. He misused his thoughts, his hands and his body. അവന്റെ ചിന്തകളെ അവൻ ദുരുപയോഗം ചെയ്തു, അവന്റെ മനസ്സിനെ അവൻ ദുരുപയോഗം ചെയ്തു, അവന്റെ ശരീരത്തെ അവൻ പിതാവിൽ നിന്ന് അകന്ന് ദുരുപയോഗം ചെയ്തു. He misused his life, his time and his soul. അവന്റെ ജീവിതം അവൻ ദുരുപയോഗം ചെയ്തു കളഞ്ഞു, അവന്റെ സമയത്തെ അവൻ ഇല്ലായ്മ ചെയ്തു കളഞ്ഞു. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? Here the next thing the boy suffered was he suffered natural disasters. രണ്ടാമതായിട്ട് ഈ മകൻ കഷ്ടപ്പാട് അനുഭവിച്ചത് അവിടെ ഉണ്ടായിരുന്ന പ്രകൃതിയായുള്ള ചില കഷ്ടപ്പാടുകളിലൂടെ, ക്ഷാമത്തിലൂടെയുള്ള കഷ്ടപ്പാടാണ് അവൻ അനുഭവിച്ചത്. We see it in verse 14. ഇത് നാം കാണുന്നത് 14ാമത്തെ വചനത്തിലാണ്. After he had spent everything, there was a severe famine. സകലവും ചെലവഴിച്ച ശേഷം ആ ദേശത്തെല്ലായിടത്തും കഠിനക്ഷാമം ഉണ്ടായി, അവൻ ഞെരുക്കത്തിലായി തുടങ്ങി. If you are God's son,
God will help you in the midst of famine. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ പിതാവുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന ഒരു മകനാണ് നിങ്ങളെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ക്ഷാമത്തിന്റെ നടുവിൽ നിങ്ങളെ പോറ്റുവാനായിട്ട് സാധിക്കും. For example, Elijah. ഉദാഹരണമായിട്ട് ഏലിയാവിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. Elijah was a prophet of Israel. ഇസ്രായേലിലെ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് എന്നുള്ള പ്രവാചകൻ. At his time there was a cruel king named Ahab. ആ സമയത്ത് ഒരു ദുഷ്ടനായ രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അവന്റെ പേര് ആഹാബ് എന്നായിരുന്നു. Elijah had gone to heaven without dying. മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദൈവത്തിന്റെ ഒരു മകനായിരുന്നു ഏലിയാ പ്രവാചകൻ. Elijah once shut heaven's door. ഒരു പ്രാവശ്യം ഏലിയാവ് സ്വർഗത്തിന്റെ കിളിവാതിലുകളെ അടച്ച വ്യക്തിയാണ് ഏലിയാവ്. And there was no rain. അവൻ തന്റെ വാക്കുകൊണ്ട് ആകാശത്തെ അടച്ചതിന് ശേഷം മഴയോ മഞ്ഞോ പെയ്തു പോലുമില്ല. And it became a famine. അതിനെ തുടർന്ന് ഒരു വലിയ ഒരു ക്ഷാമം തന്നെ ഇസ്രായേൽ രാജ്യത്തുണ്ടായി. God destroyed everything. ദൈവം എല്ലാ കാര്യങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. But Elijah did not get destroyed. എന്നാൽ ഏലിയാവ് ആ നാശത്തിന്റെ നടുവിൽ നശിക്കപ്പെട്ടവനായിരുന്നില്ല. Because God sent crows to feed Elijah. കാരണം ഏലിയാവിനെ പോറ്റുവാൻ ദൈവം കാക്കകളെ കൽപ്പിച്ചാക്കിയിരുന്നു. God can even send crows to feed you. ദൈവത്തിന് നിന്നെ പോറ്റുവാൻ കാക്കകളെ വരെ അയച്ചു തരുവാൻ സാധിക്കും. Don't ask any questions to God's provision. അതുകൊണ്ട് ദൈവത്തിന്റെ കരുതലിനെതിരെ ദൈവത്തോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. He has a way in the midst of famine and any financial problem. അതുകൊണ്ട് ഏതൊരു സാമ്പത്തിക പ്രശ്നത്തിന്റെ നടുവിലും നിന്റെ ക്ഷാമത്തിന്റെ നടുവിലും ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. He can help you. ദൈവത്തിന് നിന്നെ സഹായിക്കാൻ സാധിക്കും. Just call unto him. അതുകൊണ്ട് അവന്റെ നാമത്തെ വിളിച്ചാൽ മാത്രം മതി. There's power and victory of his name. അതുകൊണ്ട് അവന്റെ നാമത്തിൽ ശക്തിയുണ്ട്. There's power and victory can overcome anything. അവന്റെ ശക്തി കൊണ്ട് നമുക്ക് ഏത് കാര്യങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും. Third thing the son suffered was, മൂന്നാമതായിട്ട് ഈ മകൻ അനുഭവിച്ച കഷ്ടപ്പാട് എന്നുള്ളത്, he suffered hunger. അവൻ വളരെയധികം വിശപ്പ് അനുഭവിച്ചു. Let's read verse 16. 16ാമത്തെ വചനം നമുക്ക് വായിക്കാം. He longed to fill his stomach with the pods that the pigs were eating, but no one gave him anything. പന്നികൾക്കുള്ള തീറ്റ കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ കൊതിച്ചു, എന്നാൽ അവന് ആരും ഒന്നും കൊടുത്തില്ല. He tried to fill his stomach with pig pods. അവൻ പന്നികളുടെ തീറ്റ കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. But he couldn't even get that. പക്ഷെ ആ തീറ്റ പോലും അവന് കിട്ടിയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. If you go away from your father, നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾ അകന്നു പോയാൽ you will go hungry. നിങ്ങൾക്ക് വിശപ്പുള്ളവനായി നിങ്ങൾ മാറും. You will have no money in your pockets. നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഇല്ലാത്തവനായിട്ട് മാറും. So why did he suffer hunger? എന്തുകൊണ്ടാണ് ഇവൻ ഈ ഒരു വിശപ്പ് സഹിക്കേണ്ടവനായി തീർന്നത്? The son went down to the world. കാരണം ഇവൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് അവന് വിശപ്പ് സഹിക്കേണ്ടതായി വന്നത്. In spiritual meaning, world means sin. ആത്മീകമായിട്ട് ലോകം എന്ന് വെച്ചാൽ പാപമാണ്. Hallelujah. ഹല്ലേലൂയ. The world cannot provide permanently. അതുകൊണ്ട് ഈ ലോകത്തിന് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി തരുവാൻ ഒരിക്കലും സാധ്യമല്ല. It cannot fill your stomach or your pocket. നിങ്ങളുടെ വയറിനെയും നിങ്ങളുടെ പോക്കറ്റിനെയും നിറയ്ക്കുവാൻ ഈ ലോകത്തിന്റെ ചിന്തകൾക്കോ മോഹങ്ങൾക്കോ സാധ്യമല്ല. It can't nourish. ഒരിക്കലും നിങ്ങളെ സംതൃപ്തിയാക്കാൻ തൃപ്തരാക്കാൻ സാധ്യമല്ല. It can't supply. അതിന് ഒരിക്കലും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പകർന്നു തരാൻ സാധ്യമല്ല. Can't help you anytime. ഒരിക്കലും നിങ്ങളെ എല്ലായ്പ്പോഴും സഹായിക്കുവാൻ ഈ ലോകത്തിന് സാധ്യമല്ല. You won't be satisfied with it. ഒരിക്കലും ഈ ലോകത്തിലേക്ക് പിതാവുമായിട്ടുള്ള ബന്ധം വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും സംതൃപ്തരാക്കാൻ സാധ്യമല്ല. But God will provide and supply greatly because our God is an almighty God. എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് ക്ഷാമത്തിന്റെ നടുവിൽ നീ ഒരു മകനാണെങ്കിൽ ദൈവത്തിന് നിന്നെ പോറ്റി പുലർത്താൻ സാധിക്കും. എത്ര പേർ കൈകൾ അടിച്ചു ചേർന്ന് ഹല്ലേലൂയ പറയാം? The fourth thing he suffered was he suffered this loss of friends. എന്നാൽ നാലാമത്തെ അവന്റെ കഷ്ടപ്പാട് എന്നുള്ളത് അവന്റെ കൂട്ടുകാരെ അവനെ നഷ്ടപ്പെട്ടു പോയ കഷ്ടപ്പാടാണ്. Let's read 16b. ഇത് 16ാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്താണ് നാം കാണുന്നത്. But no one gave him anything. ഇപ്പോൾ ഇവന് ആരും ഒന്നും അവന് 16ാം അധ്യായത്തിന്റെ എന്നാൽ അവന് ആരും ഒന്നും കൊടുത്തില്ല. No one gave him anything. ഒന്നും തന്നെ ആരും അവന് തിന്നാൻ കൊടുത്തില്ല.
That means that he had no friends. എന്ന് വെച്ചാൽ അവന് കൂട്ടുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. When he had money, he had friends. അവന് കൂട്ടുകാരുണ്ടായിരുന്ന സമയത്ത്, അവന് പണം ഉണ്ടായിരുന്ന സമയത്ത് അവന് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. When he had no money, no friends. എന്നാൽ അവന് പണമില്ലാതായപ്പോൾ അവന് കൂട്ടുകാരും ഇല്ലാതെയായി പോയി. So, what's the third one? മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? Repentance. മാനസാന്തരം. What does repentance mean? എന്താണ് മാനസാന്തരം എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്? Repentance means back to reality. മാനസാന്തരം എന്ന് പറഞ്ഞാൽ സ്വബോധത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. Turn back to God. ദൈവത്തിലേക്ക് മടങ്ങി വരിക. Or in other words, is 180-degree change. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 180 ഡിഗ്രിയിലേക്കുള്ള മാറ്റം. What is the fourth thing? ഇനി ഞാൻ ചോദിക്കട്ടെ, നാലാമത്തെ പാരബിളിലെ നാലാമത്തെ കാര്യം ഞാൻ നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? Acceptance. സ്വീകാര്യത. This is his father accepting the son. ഇവിടെ നാം കാണുന്ന പിതാവ് തന്റെ മകനെ സ്വീകരിച്ച കഥയാണ്. Let's read verse 22. ഇവിടെ 22ാമത്തെ വചനം നമുക്ക് വായിക്കാം. But the father said to his servants, "Quick, bring the best robe and put it on him. Put a ring on his finger and the sandals on his feet." പിതാവ് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, വേഗം ഇവനെ ഏറ്റവും നല്ല മേലങ്കി കൊണ്ട് ധരിപ്പിക്കുക, ഇവന്റെ വിരലിൽ മോതിരവും കാലിൽ ചെരുപ്പും ഇടുക. We can see that the father gave some of the things the father gave was the father gave his best robe. ഇവിടെ നാം പിതാവ് കൊടുത്ത ചില കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിതാവ് സ്വീകരിച്ചതിന്റെ തെളിവായി പിതാവ് കൊടുത്ത ചില കാര്യങ്ങൾ കാണുന്നു. ഒന്നാമതായിട്ട് പിതാവ് കൊടുത്തത് ഏറ്റവും നല്ല ഒരു മേലങ്കി. ചേർന്ന് പറഞ്ഞാലും മേലങ്കി. Only robe shows sonship. ഈ മേലങ്കി കാണിക്കുന്നത് പുത്രത്വത്തെയാണ്. Only sons get it. മക്കൾക്ക് മാത്രമേ മേലങ്കി ലഭിക്കുകയുള്ളൂ. Not servants. ഒരിക്കലും ദാസന്മാർക്ക് മേലങ്കി കിട്ടില്ല. You have a robe upon your sari or churdar or shirt, whatever you are putting. നിങ്ങൾ ഇട്ടിരിക്കുന്ന സാരി നിങ്ങൾ ഉടുത്തിട്ടുണ്ടായിരിക്കും, ചുരിദാർ ഇട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒരു ഷർട്ടും പാന്റും ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ മുകളിൽ നിങ്ങൾ കാണാത്ത ഒരു മേലങ്കി ധരിച്ചിട്ടുണ്ട്. It's called the robe of salvation. ആ മേലങ്കിയുടെ പേരാണ് രക്ഷയുടെ വസ്ത്രം. It's a white robe. അതൊരു വെളുത്ത വസ്ത്രമാണ്. You can't see it. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. Without it you can't go to your father's place. എന്നാൽ ഈ മേലങ്കി ഇല്ലാതെ നിങ്ങൾക്കാർക്കും നിങ്ങളുടെ പിതാവിന്റെ അടുക്കൽ ആ സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലാൻ സാധ്യമല്ല. The second thing the father gave was he gave a ring. എന്നാൽ രണ്ടാമതായിട്ട് പിതാവ് അവന് കൊടുത്തത് ഒരു മോതിരമായിരുന്നു. What does ring show? ഈ മോതിരം എന്തിനെയാണ് കാണിക്കുന്നത്? The ring shows power and authority. ആ മോതിരം കാണിക്കുന്ന അധികാരത്തെയും ശക്തിയെയുമാണ് കാണിക്കുന്നത്. It shows Jesus' name. ഇത് യേശുവിന്റെ നാമത്തിലുള്ള ശക്തിയാണ് കാണിക്കുന്നത്. So when we get the ring, we have power and authority over the servants. അതുകൊണ്ട് പിതാവിന്റെ അടുക്കൽ നമ്മൾ വന്നു കഴിയുമ്പോൾ പിതാവ് ഇടുന്ന മോതിരം പോലെ യേശുവിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശുവിന്റെ അധികാരവും ശക്തിയും ദാസന്മാരുടെ നടുവിൽ കർത്താവ് നമുക്ക് നൽകി തരികയാണ്. The third thing the father gave was he gave sandals. മൂന്നാമതായിട്ട് പിതാവ് കൊടുത്ത കാര്യം ചെരുപ്പുകളായിരുന്നു. What does sandals show? എന്താണ് ഈ ചെരുപ്പുകൾ കാണിക്കുന്നത്? It shows gospel of peace. ഇത് കാണിക്കുന്നത് സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കമാണ്. Ephesians 6:13-15 says, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-15 അനുസരിച്ച് we can see a full armor of a soldier. ഇവിടെ നമ്മൾ ഒരു പടയാളിയുടെ ഫുൾ ആർമർ നമ്മൾ അവിടെ കാണുന്നുണ്ട്. And in verse 15 we can see, ഇവിടെ 15ാമത്തെ വചനത്തിൽ നാം കാണുന്നു, we can see the sandals, gospel of peace. അവിടെ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം എന്ന ചെരുപ്പ് കാലിൽ അണിയുക എന്ന് നാം വായിക്കുന്നു. So we need to fight for God. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ ചെരുപ്പുകൾ ആവശ്യമാണ്. For that we need sandals. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെരുപ്പുകൾ ആവശ്യമാണ്. A warrior needs sandals. ഒരു പടയാളിയുടെ കാലിൽ ചെരുപ്പ് ആവശ്യമുണ്ട്. If we have the sandals, we can go on through stones and thorns and anything. നിങ്ങളുടെ കാലിൽ ചെരുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്ലിന്റെ മുകളിൽ കൂടെ മുള്ളിന്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട് സാധിക്കും. You can go to district to district. നിങ്ങളുടെ കാലിൽ ചെരുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനേക ദൂരം നടക്കാനായിട്ട് സാധിക്കും. You can go to state to state. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ചെരുപ്പ് നിങ്ങളുടെ കാലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകാൻ സാധിക്കും. You can go to country. സുവിശേഷത്തിന്റെ ചെരുപ്പ് കാലിൽ അണിഞ്ഞിട്ടുള്ളവർ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകും. You will go to Africa. നിങ്ങൾക്ക് ആഫ്രിക്കയിൽ പോകാൻ സാധിക്കും. You will go to South Africa. നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ സാധിക്കും. You will go to Australia. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ സാധിക്കും. European countries. നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കും. We just need a sandal. പക്ഷേ കാലിൽ സുവിശേഷത്തിന്റെ ചെരുപ്പണിയുന്നവർക്ക് മാത്രമേ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും?
The fourth thing the father did was there was a feast. നാലാമതായിട്ട് പിതാവ് കൊടുത്ത കാര്യം അവിടെ ഒരു വലിയൊരു വിരുന്നൊരുക്കി കൊടുത്തു. Verse 23. 23-ാമത്തെ വചനം. Bring the fattened calf and kill it. അവിടെ കാണുന്നു കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുക. Let's have a feast and celebrate. നമുക്ക് വിരുന്ന് കഴിച്ച് ആഹ്ലാദിക്കാം. So why was there a feast? എന്തുകൊണ്ടായിരുന്നു അവിടെ ഒരു വിരുന്ന് അവൻ ഒരുക്കിയത്? In Israel, when a child is born, there is a feast. ഇസ്രായേലിൽ സാധാരണയായിട്ട് ഒരു വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ വിരുന്ന് ആ പിതാവ് കഴിക്കും. So when the father got back his son, ഇവിടെ ഇതാ പിതാവ് മരിച്ചുപോയ തന്റെ മകനെ പിതാവിന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. he had a feast. അതുകൊണ്ട് അവൻ ഒരു വിരുന്ന് കഴിക്കുകയാണ്. Verse 24. 24-ാമത്തെ വചനം. For this son of mine was dead and is alive again. He was lost and is found. So they began to celebrate. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. The fifth thing the father did was there was a celebration. അഞ്ചാമതായിട്ട് പിതാവ് അവനെ സ്വീകരിച്ച ഒരു വലിയ ആഘോഷത്തോടു കൂടിയാണ്. It is seen in verse 23. ഇത് നാം കാണുന്ന 23-ാമത്തെ വചനത്തിലാണ്. What does celebration show? എന്താണ് ആഘോഷങ്ങൾ കാണിക്കുന്നത്? It shows fully acceptance. ഇത് ഒരു വ്യക്തിയെ പൂർണ്ണമായി സ്വീകരിക്കുന്നതാണ് ആഘോഷങ്ങളിലൂടെ പിതാക്കന്മാർ വെളിവാക്കുന്നത്. When we become born again, നമ്മൾ വീണ്ടും ജനിച്ച സമയത്ത് it shows there is a fully acceptance by God. ദൈവത്തിന്റെ പൂർണ്ണമായ സ്വീകാര്യത ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. So heaven celebrates. അതുകൊണ്ട് നമ്മൾ അവിടെ ആഘോഷിച്ച് തിമിർക്കേണ്ട ആവശ്യമുണ്ട്. When we come to church, നമ്മൾ സഭയിലേക്ക് വരുന്ന സമയത്ത് we show fully acceptance by God. നമ്മുടെ ദൈവത്തിന്റെ മുഴുവനുമായിട്ടുള്ള സ്വീകാര്യത നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. We celebrate in church. അതുകൊണ്ട് സഭയിൽ വരുമ്പോൾ നമ്മൾ അവിടെ ആഘോഷിക്കണം. When the father and son meets, പിതാവും മക്കളും തമ്മിൽ കൂടിച്ചേരുമ്പോൾ there is a celebration. അവിടെ ഒരു ആഘോഷമുണ്ട്. When you worship your father in the church, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ സഭയിൽ ആരാധിക്കുമ്പോൾ there's celebration in church. അവിടെ സഭയിൽ ആഘോഷം നടക്കുകയാണ്. When you worship your father in the office, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ ആരാധിക്കാൻ തീരുമാനിച്ചാൽ there is celebration there. അവിടെ ഒരു ആഘോഷം നിന്റെ ഓഫീസിൽ ഉണ്ടാകും. When you worship your father in the house, നിന്റെ വീട്ടിൽ നിന്റെ പിതാവിനെ ആരാധിക്കാൻ നീ തീരുമാനിച്ചാൽ there is celebration there. നിന്റെ വീട്ടിനകത്ത് ഒരു വലിയ ആഘോഷം ഉണ്ടാകും. No, let me ask you a question. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Are you away from your father's house? നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുന്ന ഒരു വ്യക്തിയാണോ? Are you giving more importance to your friends more than your father? നിങ്ങളുടെ പിതാവിനേക്കാൾ നിങ്ങളുടെ കൂട്ടുകാരേക്കാൾ അധികം പ്രാധാന്യം നിങ്ങളുടെ പിതാക്കന്മാർക്ക് നാം കൊടുക്കുന്നുണ്ടോ? Those who want robe, ഇനി നിങ്ങൾ എത്ര പേർക്ക് ഈ മേലങ്കി രക്ഷയുടെ വസ്ത്രം ഇവിടെ ആവശ്യമുണ്ട്? stand up. ദയവായി എഴുന്നേറ്റ് നിന്നാലും. Those who want when you get the robe, you have ring. നിങ്ങൾക്ക് ഒരു മേലങ്കി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു കാര്യം എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് മോതിരം അണിയിക്കാൻ പോകുകയാണ്. You will have power and authority. നിങ്ങൾ എത്ര പേർക്ക് അധികാരത്തിന്റെ ഒരു ശുശ്രൂഷ ആവശ്യമുണ്ട്? കൈകൾ ഉയർത്തി കാണിച്ചാലും. അധികാരത്തിന്റെ ശുശ്രൂഷയുമായിട്ട് സുവിശേഷത്തിന്റെ ശക്തിയുമായിട്ട് രാജ്യങ്ങളിലേക്ക് പോകാൻ എത്ര പേർ ഇവിടെ തയ്യാറായിട്ടുണ്ട്? Then you will get the sandals. അതിനുശേഷം ദൈവം നിങ്ങൾക്ക് ചെരുപ്പുകൾ തരാൻ പോകുകയാണ്. When you have sandals, നിങ്ങൾക്ക് ചെരുപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ you can go all around the world. നിങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും പോകുവാനായിട്ട് സാധിക്കും. You can go to foreign countries. നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ സാധിക്കും. So we need a sandals. അതുകൊണ്ട് അതിനുവേണ്ടി ചെരുപ്പുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. Let's stand up. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്നാലും. Let's worship him. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ Power, wonder working power in the blood of the Lamb. There is power, wonder working power in the precious blood of the Lamb. There is power, wonder working power in the blood of the Lamb. There is power, wonder working power in the precious blood of the Lamb. Und Shakti, അത്ഭുത ശക്തി യേശുവേ നാമത്തിൽ. Und Shakti, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ചേർന്ന് പാടിയാലും. ശക്തി, ഉണ്ട്. അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ. Und ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കണ്ണുകൾ അടച്ച്
ഹൃദയത്തിൽ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട് പറഞ്ഞ ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Oh, there is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Now I'm going to pray for the sick. ഇനിയിപ്പോൾ ഞാൻ ഇവിടെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. And place wherever you have the sickness. ഇനി നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ഇടത്തെ കൈ എടുത്തു വെച്ചാൽ വലത്തെ കൈ ഉയർത്തി പിടിക്കുക. ഇടത്തെ കൈ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ രോഗം ആ ഭാഗത്തേക്ക് വെക്കുക. If you have sickness in your stomach, നിങ്ങളുടെ വയറിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ളതെങ്കിൽ പ്രശ്നമുള്ളതെങ്കിൽ please place your hand in your stomach. നിങ്ങളുടെ ഇടത്തെ കൈ ആ വയറിലേക്ക് എടുത്തു വെക്കുക. If you have sickness in your head pain, നിങ്ങൾക്ക് ഇനി തലയിലാണ് വേദനയെങ്കിൽ please keep your hand on your head. നിങ്ങളുടെ തലയിലേക്ക് കൈ എടുത്തു വെക്കുക. Let me tell you, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Jesus did not give you the sick. ദൈവം യേശു കർത്താവ് നിങ്ങൾക്കാർക്കും രോഗം തന്നിട്ടില്ല. It was Satan. ഇത് സാത്താനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. So you have to get over it. അതുകൊണ്ട് സാത്താൻ തന്നിട്ടുള്ള ഈ രോഗത്തിൽ നിന്ന് നമ്മൾ ചാടി പുറത്ത് കടക്കണം. We need power to get. അതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾക്ക് അധികാരവും ശക്തിയും ആവശ്യമുണ്ട്. So we need ring. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മോതിരം ആവശ്യമുണ്ട്. Now I'm going to pray for the sick. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തി പിടിക്കുക. നിങ്ങളുടെ ഇടത്തെ കൈ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് ദയവായി ഇപ്പോൾ ആ കൈകൾ ഉയർത്തിയവർ മാത്രം മെല്ലെ മെല്ലെ മുന്നിലേക്ക് നടന്നു വന്നാലും Shout hallelujah and come to the front. മുന്നിലേക്ക് വരുമ്പോൾ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് രോഗികളായിട്ടുള്ളവർ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വന്നാലും I cause all sickness. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ രോഗങ്ങളെ പുറത്തേക്ക് വിളിക്കുന്നു. Go out of their bodies. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ ശരീരങ്ങളിൽ നിന്ന് അവർ ഈ ശക്തികൾ വെളിയിലേക്ക് പോകട്ടെ. There is power in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. Let the sickness go. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. You are totally healed. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ. You are free. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നു. You are going far. നിങ്ങൾ മുന്നിലേക്ക് അതിശക്തമായി പോകാൻ പോകുകയാണ്. You are going to be healed. ഇപ്പോൾ തന്നെ ശക്തിയുണ്ട്. Let the sickness go. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. You are totally healed. ഇപ്പോൾ തന്നെ യേശു Head pain. ഇപ്പോൾ എല്ലാവിധ കഴുത്തിന്റെ വേദനകളെ സൗഖ്യമാകട്ടെ. Back pain. എല്ലാ പുറം വേദനകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Let them be healed. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവേ എന്ന് വിളിച്ചാലോ You are free. നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു. You are healed. നിങ്ങൾ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു. Believe that. ഇപ്പോൾ തന്നെ ആ സൗഖ്യത്തെ പ്രാപിച്ചെടുക്കുക. Believe that. ഇപ്പോൾ തന്നെ ആ സൗഖ്യത്തെ പ്രാപിച്ചെടുക്കുക. Check your bodies. നിങ്ങളുടെ ശരീരത്തെ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങുക. Check if there is any glands. നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളുണ്ടെങ്കിൽ It is going to disappear. ഇപ്പോൾ തന്നെ അത് ഇല്ലാതെയാകാൻ പോകുകയാണ്. Check your bodies. ഇപ്പോൾ തന്നെ മുഴകൾ അപ്രത്യക്ഷമാകുകയാണ്. നിന്റെ ശരീരത്തെ മുഴയുള്ള ഭാഗത്തേക്ക് തൊട്ടു നോക്ക്. അത് അവിടെ ഇല്ല. Do what you cannot do. നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണോ അത് ചെയ്യാൻ തുടങ്ങുക. You are being healed. നിങ്ങൾ ഇപ്പോൾ സൗഖ്യമാകാൻ പോകുകയാണ്. What happened there? കുറച്ച് ദിവസമായിട്ട് തലവേദന വന്നുകൊണ്ടിരിക്കും. അത് വളരെ ശക്തമായ തലവേദനയായിരുന്നു. ഇവിടെ ആരാധന സമയത്ത് തലവേദന മാറിപ്പോയി എന്നാണ് ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ പറയുന്നത് ശരിയാണോ? എപ്പോഴാണ് ഈ മുന്നോട്ട് വന്നപ്പോഴാണോ മാറിയത്? മുന്നോട്ട് വന്ന സമയത്ത് ഈ തലവേദന മാറിപ്പോയി. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ബ്രദർ പറയുന്നത് കുറെ നാളായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വേദന അവിടെ ഇല്ല. ഹല്ലേലൂയ. എത്ര നാളായിട്ടുണ്ടായിരുന്നു? കുറെ നാളായിട്ട്. ഒന്ന് കുനിഞ്ഞു കാണിക്കാമോ ചേട്ടാ? വേദനയുണ്ടോ? കൊടുക്ക് മൈക്രോഫോൺ കൊടുക്ക. വേദനയുണ്ടോ? വേദനയില്ല. ഹല്ലേലൂയ. കുറെ നാളായിട്ടുള്ള നടുവേദന കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക. 5 വർഷമായിട്ട് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. സ്പെസിഫിക്കലി കുഞ്ഞൻ അത് പറഞ്ഞതാണ്. കഴുത്തിന് 5 വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു. തിരിയുമ്പോഴെല്ലാം വേദനയായിരുന്നു. പക്ഷേ ഒന്ന് തിരിഞ്ഞാമച്ചി 5 വർഷമായിട്ട് നെക്ക് പെയിൻ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക. വേദനയുണ്ടോ അമ്മച്ചി?
കേൾക്കണില്ല. ഇപ്പൊ ഇല്ല. ഹല്ലേലൂയ. ഇപ്പൊ ഇല്ലെന്ന് ഇങ്ങനെയാ കാണിക്കുന്നത്. ഇപ്പൊ ഇല്ല. ഹല്ലേലൂയ. 5 വർഷമായിട്ടുള്ള വേദന. ഞാനൊരു കാര്യം പറയാം, ഒരു കൊച്ചുകുട്ടിയെ കർത്താവിന് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെയും നിങ്ങളെയും കർത്താവിനെ എത്ര അധികം ഉപയോഗിക്കാൻ സാധിക്കാം. ഇതും കഴുത്ത് വേദന, ടോൺസിൽസ് വരുമ്പോൾ കഴുത്തിന്റെ 2 സൈഡും ഭയങ്കരമായിട്ട് വേദന എടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴും വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദന പോയി. ഹല്ലേലൂയ. എത്ര നാളായിട്ട് വേദന ഉണ്ടായിരുന്നു? 6 മാസമായിട്ടുണ്ടായിരുന്ന വേദന കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക. ഹല്ലേലൂയ. She was having asthma. She had trouble breathing. She applied prayer oil and came, but even today when they came, she had trouble. But when you prayed, some sort of cold wind blow to her body and she's healed now. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് വളരെ ആസ്മയുടെ പ്രശ്നമായിരുന്നു. എന്നാൽ ഇവിടെ ഈ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രത്യേകമായ തണുപ്പ് ഒരു അനുഭവം വന്നു. ആ ആസ്മ പൂർണ്ണമായി വിട്ടുമാറി എന്ന് പറയുന്നത് എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയോ? ഇത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു അത്ഭുതമാണ്. ഈ മോന് കഴിഞ്ഞ 1 വർഷമായിട്ട് മഞ്ഞപ്പിത്തമായിരുന്നു. അവരതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥനയിൽ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിന്റെ അളവ് ഏകദേശം 4 mg ആയിരുന്നു. അതിന്റെ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് നോർമലായിട്ട് 1 mg ആവശ്യമുള്ളൂ. പക്ഷെ ഇവന് കഴിഞ്ഞ 1 വർഷമായിട്ട് ഭയങ്കര കൂടുതലായിരുന്നു. മെഡിസിൻ എല്ലാം എടുത്തിട്ടൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നു. ആദ്യമായിട്ടാണ് ഈ മോൻ ഇവിടെ വന്നത്. പ്രാർത്ഥന കഴിഞ്ഞു, വീട്ടിൽ ചെന്നു, ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ 4 ഉണ്ടായിരുന്ന ആ അളവ് പെട്ടെന്ന് 2 താഴ്ന്നു വന്നു. റിപ്പോർട്ട് എല്ലാ റിപ്പോർട്ട്സുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനു മുൻപ് 4ഓളം നിന്നിരുന്ന റിപ്പോർട്ട് 1 ആഴ്ച കൊണ്ട് 2 ആയിട്ട് മാറി. 2 മണിക്കൂർ കൊണ്ട്. വാവ്. രാവിലെ ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വന്ന് ഉച്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പം 2 ആയിട്ട് മാറി. ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, whose report will you believe? നിങ്ങൾ ആരുടെ റിപ്പോർട്ട് വിശ്വസിക്കും? മലയാളത്തിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു എന്നാണ്. അത് തെറ്റാണ്. സത്യത്തിൽ whose report will you believe? നിങ്ങൾ ആരുടെ റിപ്പോർട്ട് വിശ്വസിക്കും? നിങ്ങൾ ആരുടെ റിപ്പോർട്ടാണ് വിശ്വസിക്കുന്നത്? ഡോക്ടറുടെ റിപ്പോർട്ടാണോ യേശുവിന്റെ റിപ്പോർട്ടാണോ? ഹല്ലേലൂയ. നാം ഒരുമിച്ച് വിശ്വസിക്കുന്ന യേശുവിന്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടുകളെ വിത്തിൻ hours, മണിക്കൂറുകൾക്കുള്ളിൽ കർത്താവിന് മാറ്റാൻ സാധിക്കുന്നു. കൈകളടിച്ച് യേശുവിനെ ആരാധിച്ചാലോ. ഒരു അത്ഭുതം കൂടെ ഇന്ന് നടന്ന ഒരു അത്ഭുതമാണ്. ഈ ബ്രദർ പറയുന്നത് തന്റെ ലിവറിന് കംപ്ലൈന്റ് ആണ്, ലിവർ കംപ്ലൈന്റ് ആണ്. ഈ ഭാഗത്ത് എപ്പോഴും ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഒരു അല്പനേരം എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഒപ്പം തന്നെ ബാത്റൂമിൽ പോകണമെന്നുള്ളൊരു ചിന്തയും തനിക്ക് വരാറുണ്ടായിരുന്നു. എന്നാൽ ഈ ബ്രദർ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ 2 മണിക്കൂറായി ഞാനിവിടെ ഇരിക്കുന്നു, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ബാത്റൂമിൽ പോകണമെന്നുള്ള തോന്നലില്ല, തന്നെയല്ല ഈ ഭാഗത്ത് ഒട്ടും വേദനയും ഇല്ല എന്നാ പറയുന്നത്. ശരിയാണോ ഈ പറയുന്നത്? ഏത് ഭാഗത്തായിരുന്നു ഈ വേദന? തന്റെ കരളിനുള്ള പ്രശ്നം കൊണ്ട് തനിക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 മണിക്കൂർ സമയമായിട്ടും ടോയ്ലറ്റിൽ പോയിട്ടില്ല. ഇതൊരു അത്ഭുതമാണ്. സൗഖ്യം തുടങ്ങിയിരിക്കുക ബ്രദർ, തുടങ്ങിയിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ അത് അവിടെ കാണില്ല. കർത്താവ് സൗഖ്യമാക്കിയിരിക്കുക. ഇത് കർത്താവിന്റെ നാമത്തിലാണ് പറയുന്നത്. ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ വിടുതലുണ്ട്. കർത്താവ് മോതിരം കൈ തന്നിരിക്കുക. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയോ?